ബോബി ചെമ്മണ്ണൂരിന്റെ ഹർജി പരിഗണിക്കുകയാണ് കോടതി. ഒപ്പം ഹണി റോസിന്റെ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വാദിഭാഗവും പ്രതിഭാഗവും മുന്നോട്ട് വയ്ക്കുന്നത്, വാദങ്ങളും പ്രതിവാദങ്ങളും എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുൺ ശങ്കർ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അരുൺ, ഈ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചാണ് ബോബി ഹണി റോസിനെ അപമാനിച്ചതെന്നും അതുകൊണ്ട് തന്നെ ജാമ്യത്തെ ശക്തമായി എതിർക്കുന്നു എന്നുമാണല്ലോ സർക്കാർ വാദം. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ ശക്തമായി എതിർക്കുകയാണ്. ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ അപമാനിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് അത് പരസ്യമായിട്ട് അപമാനിക്കുക മാത്രമല്ല, പിന്നീട് ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നും സർക്കാർ പറയുന്നുണ്ട്. അതായത് പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നത് ഇത് വ്യാജ ആരോപണമാണ്, ഇത്തരം പരാമർശങ്ങൾ നടത്തിയെന്ന് പറയുന്ന സമയത്തും അതിനുശേഷവും ഹണി റോസും ബോബി ചെമ്മണ്ണൂരും നല്ല സൗഹൃദത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ആ പരാമർശങ്ങൾ ഹണി റോസിനെ ആദ്യഘട്ടത്തിൽ ഒരു തരത്തിലും വേദനിപ്പിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് ആ വാദം നടത്തിയത്. എന്നാൽ സർക്കാർ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഇപ്പോൾ പറയുന്നത് ആയിരക്കണക്കിന് ജനങ്ങൾ മുന്നിൽ വെച്ചാണ് ഈ പരാമർശങ്ങൾ നടത്തിയത്. അത് മാത്രമല്ല, ഇത് സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ തോതിൽ പ്രചരിപ്പിച്ചു, അനുവാദമില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചു. അതാണ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പോൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്നത്. അനുവാദമില്ലാതെ ഹണി റോസിന്റെ ശരീരത്തിൽ ബോബി ചെമ്മണ്ണൂർ സ്പർശിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അശ്ലീല പരാമർശങ്ങൾ നടത്തി, അതായത് ശാരീരികമായ അതിക്രമവും ഉണ്ടായി എന്നുള്ള ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അശ്ലീല പരാമർശങ്ങൾ നടത്തി, അശ്ലീല പരാമർശങ്ങൾക്ക് പുറമെ ശാരീരിക അതിക്രമം കൂടി ഉണ്ടായി എന്നുള്ള ഗൗരവതരമായ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ തെളിവായി സൈബർ ഇടങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചില വീഡിയോകൾ കൂടി സമർപ്പിക്കാൻ തെളിവായി പോലീസിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം സൈബർ തെളിവുകൾ നിരവധിയായി ബോബി ചെമ്മണ്ണൂരിനെതിരെ നിരത്താനും കഴിയും. അതുകൊണ്ട് തന്നെ ജാമ്യത്തിനെ ശക്തമായി എതിർക്കുകയാണ് പോലീസ്, അല്ലേ അരുൺ? തീർച്ചയായിട്ടും അതിശക്തമായി തന്നെ പ്രോസിക്യൂഷൻ ബോബി ചെമ്മണ്ണൂർ ജാമ്യ ഹർജിയെ എതിർക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ജാമ്യ ഹർജി എതിർക്കുന്നതിന് വേണ്ടി ഉന്നയിച്ചിരിക്കുന്നത്. ശാരീരികമായി സ്പർശിച്ചു എന്നുള്ളതാണ്. ശാരീരിക അതിക്രമം ഉണ്ടായി, അശ്ലീല പരാമർശങ്ങൾ നടത്തി. ആ പരാമർശങ്ങൾ ആർക്കും മനസ്സിലാകുന്നതാണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയിരിക്കുന്നത്. അതായത് ഒരു ബൗദ്ധികമായിട്ട് വ്യാഖ്യാനിച്ചെടുക്കേണ്ട ഒന്നുമല്ല, ഏതൊരു സാധാരണപ്പെട്ട ആൾക്കും കേട്ടാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയിരിക്കുന്നത് എന്നതാണ് പ്രോസിക്യൂഷൻ വാദമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഏറെ വേദനിച്ചാണ് ഹണി റോസ് മടങ്ങിയതെന്നും പ്രോസിക്യൂഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. ഒരു സ്ത്രീയുടെ മനസ്സ് അത്രത്തോളം വേദനിച്ചാണ് അന്ന് ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നുകൂടി വാദിക്കുകയാണ്. ഒരാൾക്കുണ്ടായ മാനസിക വേദന അത് പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. സ്ത്രീത്വത്തെ അവഹേളിക്കുക, ലൈംഗികമായി അധിക്ഷേപിക്കുക, അതും ഇത്രയധികം ആൾക്കാർ തടിച്ചുകൂടുന്ന ഒരു സ്ഥലത്ത്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഹണിയെ ബോധപൂർവ്വം അവമാനിക്കുക എന്നതായിരുന്നു ബോബിയുടെ ലക്ഷ്യം എന്നതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് തമാശയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ ഉള്ള പ്രതികരണമായിരുന്നില്ല ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഹണിയെ ബോധപൂർവ്വം അധിക്ഷേപിക്കുക, അപമാനിക്കുക ഏറ്റവും ആദ്യത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റിലടക്കം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. വൈരാഗ്യം തീർക്കുകയായിരുന്നു, പിന്നീട് ക്ഷണിച്ചപ്പോൾ ചെന്നില്ല എന്ന കാര്യത്തിൽ വൈരാഗ്യം തീർക്കുകയായിരുന്നു എന്നവർ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പരാതിയിലും ഇക്കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഹണി റോസിനെ ബോധപൂർവം അപമാനിക്കുക എന്നതായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ലക്ഷ്യമെന്നത്, അല്ലേ? തീർച്ചയായിട്ടും അവർ ആ പരാതിയിൽ പറഞ്ഞ വിശദമായ കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങൾക്ക് ഉപോത്ബലകമായിട്ടുള്ള കാര്യങ്ങളാണ് കോടതിയിലും പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്നത്. ഹണിയെ ബോധപൂർവം അവമാനിക്കാനുള്ള ശ്രമമുണ്ടായി. ആ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നത് അത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. പക്ഷേ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് തെറ്റായി വ്യാഖ്യാനിക്കുകയല്ല, അത് ആർക്ക് കേട്ടാലും മനസ്സിലാകുന്ന തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങേയറ്റം ക്രൂരമായ പരാമർശങ്ങൾ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ നടത്തിയിരിക്കുന്നതെന്നും ഇപ്പോൾ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇത് ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതായത് വെറുതെ ഒരു കമൻറ്റ് പറഞ്ഞു പോവുകയല്ല, പാസിംഗ് കമൻറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, വെറുതെ ഒരു കമൻറ്റ് പറഞ്ഞു പോവുക എന്നുള്ളത്. പക്ഷേ അത് അങ്ങനെ ഒന്നും എടുക്കേണ്ടതല്ല. ബോധപൂർവം ഹണി റോസിനെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഹണിയുടെ മൊഴി പ്രോസിക്യൂട്ടർ ഇപ്പോൾ വായിക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹണി റോസ് ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്ന
രഹസ്യമൊഴിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണെന്ന് അത് കൂടുതൽ വ്യക്തത എന്തായാലും ഹണി റോസ് നൽകിയിരിക്കുന്ന മൊഴി പ്രോസിക്യൂട്ടർ വായിക്കുകയാണ്. ആ മൊഴിയെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശാരീരിക വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ കോടതി നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അശ്ലീല പരാമർശം നടത്തി എന്നത് ഉറപ്പിച്ചു പറയുകയാണ് സർക്കാർ ഭാഗത്തു നിന്നും. എല്ലാവർക്കും മനസ്സിലാകുന്ന ദ്വയാർത്ഥ പ്രയോഗമാണ് ബോബി ചെമ്മണൂർ നടത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഏറെ വേദനിച്ചാണെന്ന് ഹണി റോസ് മടങ്ങിയത് എന്നും വാദിക്കുന്നു. ഹണിയെ ബോധപൂർവം അപമാനിക്കുക എന്നതായിരുന്നു ബോബി ചെമ്മണൂരിന്റെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. അങ്ങേയറ്റം ക്രൂരമായ പരാമർശമാണ് ബോബി നടത്തിയതെന്നും ഒപ്പം ഹണിയുടെ മൊഴി പ്രോസിക്യൂട്ടർ വായിക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺ തുടരും. തീർച്ചയായിട്ടും ഇപ്പോൾ ഹണി ഈ കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചതിന് ശേഷം ഇതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ശക്തി നൽകുന്നതിന് വേണ്ടിയിട്ട് ഹണി റോസ് നൽകിയ മൊഴി പ്രോസിക്യൂട്ടർ വായിച്ച് കേൾപ്പിക്കുകയാണ്. അതായത് ഈ ശാരീരിക അതിക്രമം ഉണ്ടായെന്നും അതോടൊപ്പം തന്നെ താൻ വിഷമിച്ചാണ് ഈ അധിക്ഷേപം നടന്ന പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളാണ് പ്രോസിക്യൂട്ടർ മൊഴിയിൽ നിന്ന് വായിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തീർച്ചയായിട്ടും അരുൺ, വാദം കേൾക്കൽ അവിടെ പുരോഗമിക്കുകയാണ്. ഹണി റോസ് ബോബി ചെമ്മണൂരിനെതിരെ നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിലുള്ള വാദമാണ് കേൾക്കുന്നത്. ഇപ്പോൾ ജാമ്യ ഹർജിയിലുള്ള വാദമാണ് കേൾക്കുന്നത്. ജാമ്യം നൽകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും. കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയാണ് പോലീസിന്റെ ലക്ഷ്യം. പക്ഷേ രണ്ട് വാദങ്ങൾ തള്ളിക്കൊണ്ട് രാമൻപിള്ള മറുവാദം നിരത്തുകയുണ്ടായി. മൊബൈൽ ഫോണിന്റെ ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കും വരെ ജാമ്യം നൽകരുത് എന്ന പോലീസിന്റെ വാദവും ഒപ്പം പാസ്പോർട്ട് കണ്ടെടുക്കാനുള്ള വാദവും ജാമ്യം നൽകാതിരിക്കാൻ കാരണമാകരുത് എന്നാണ് രാമൻപിള്ള വാദിച്ചിട്ടുള്ളത്. കോടതി വഴി പോലീസ് നടത്തുന്ന ഫോറൻസിക് പരിശോധനയെ പ്രതി ഒരു തരത്തിലും സ്വാധീനിക്കില്ല എന്നാണ് രാമൻപിള്ളയുടെ വാദം. അതുപോലെ തന്നെ പരാതി നൽകാൻ ഏറെ വൈകി എന്നത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദമാണ്. പക്ഷേ ഇതിലൊന്നും പ്രോസിക്യൂഷൻ ഭാഗം പിന്നോട്ട് പോകുന്നില്ല. അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്നതിൽ ഉറച്ചു നിൽക്കുന്നു. എല്ലാവർക്കും മനസ്സിലാവുന്ന ദ്വയാർത്ഥ പ്രയോഗമാണ് ബോബി ചെമ്മണൂർ നടത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഏറെ വേദനിച്ചാണ് ഹണി മടങ്ങിയത്. ബോധപൂർവം അപമാനിക്കുക എന്നതായിരുന്നു ബോബി ചെമ്മണൂരിന്റെ ലക്ഷ്യമെന്നും വാദിക്കുന്നു. അങ്ങേയറ്റം ക്രൂരമായ പരാമർശമാണ് ബോബി ചെമ്മണൂർ നടത്തിയത്. ഇപ്പോൾ ഹണിയുടെ മൊഴി പ്രോസിക്യൂട്ടർ വായിക്കുകയാണ് കോടതിയിൽ നടക്കുന്നത്.